ട്രിവാൻഡ്രത്ത് ജീവിച്ച ഒരാളാണ്. അതെ. ട്രിവാൻഡ്രത്ത് സിനിമ ജീവിതത്തിലൂടെ വന്ന് അവിടുത്തെ എല്ലാ സിറ്റുവേഷനും അറിയാവുന്ന, അച്ഛനിലൂടെ അറിയാവുന്ന ഒരാൾ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നതും അവിടെയുള്ള കുറേ പകയാണ്. പകയുടെ കഥ പറയുന്നു എന്നാണ് എനിക്ക് അറിയാൻ കിട്ടിയത്. ആ സിനിമയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടായിരുന്നൊരു വികാരം എന്തായിരുന്നു? ആസ് ഇൻ ബേസ്ഡ് ഓഫ് ദ ക്യാരക്ടർ ഓർ മീ ദി ഇൻഡിവിജ്വൽ? കാര്യത്തിൽ ഞാനും ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. സോ ഇപ്പോൾ രണ്ട് രീതി നോക്കിയാൽ ആസ് എൻ ആക്ടർ ടു ഡു എ ക്യാരക്ടർ ലൈക്ക് ദിസ് ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ബേസിക്കലി ഗുണ്ട കഥ തന്നെയാണ്. അതായത് അവിടുത്തെ ഗുണ്ടകളുടെ കഥയാണ് ഇതിൻ്റെ ഒരു ഹൗ കെൻ യു സേ ദിസ് ലൈക്ക് ദി ഔട്ട്ലൈൻ ഓഫ് ദ മൂവി. അതിൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സാധാരണ ഒരു ജീവിതം ജീവിക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആവുന്നു, എങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തുന്നു, ആൻഡ് ഹൗ കെൻ ഐ സേ ദിസ്, ഇറ്റ്സ് എൻ ആക്ഷൻ ത്രില്ലർ. പിന്നെ ഒരു പരിധി കൂടുതലുള്ള സിനിമയെ പറ്റി ഡീറ്റെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന കഥയിലേക്ക് പോകും. ഇറ്റ്സ് ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ ഒരു ട്രിവാൻഡ്രംകാരനായി എനിക്കത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്കൊന്ന് ആ സിനിമയിലെ ട്രെയിലർ കണ്ടപ്പം നല്ല ആക്ഷൻസാണ്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ആക്ഷൻസ് വരുന്നു. നല്ല ആക്ഷൻ മാസ്റ്റർമാർ അല്ലേ? അതാണ് ആ സിനിമയിലെ ആക്ഷൻ. 4 മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കണം. ആ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് വലുതാണ് അല്ലേ? അവരൊക്കെ എത്രയോ പേരുടെ കൂടെ ആക്ഷൻ ചെയ്ത ആളുകളാണ്. അതിനോടൊപ്പം മധവ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാന മുഹൂർത്തം ഉണ്ടായിരുന്നു. അതെങ്ങനെ കാണുന്നു? ഇപ്പോൾ I've always enjoyed, ഇപ്പോൾ അച്ഛൻ്റെ സിനിമയാണെങ്കിലും I've enjoyed ആക്ഷൻ ഫിലിംസ്. എനിക്ക് കോമഡി ഫിലിംസും ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ആക്ടറായി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ചെയ്യാൻ താല്പര്യം തോന്നിയിട്ടുള്ളത് ഇസ് എൻ ആക്ഷൻ ഫിലിം.